അലോപ്പതി, ആയുർവേദം, ഹോമിയോ, അക്യുപഞ്ചർ, മാനസികാരോഗ്യം തുടങ്ങി എല്ലാവിധ ചികിത്സകളും ജനങ്ങൾക്ക് ലഭ്യമാക്കി മൈൻഡ് കെയർ മെഡിക്കൽ സെന്റർ പൂവാട്ടുപറമ്പ് കല്ലേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരുന്നിന്റെ ഉപയോഗം പരമാവധി കുറച്ച് കൗൺസിലിംഗിന് പ്രാധാന്യം നൽകിയുള്ള ചികിത്സാരീതി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ ഡോക്ടർ CK നസീം അഹമ്മദ് പറഞ്ഞു. രോഗങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അത് കാരണങ്ങൾ കണ്ടെത്തി അതിന് വ്യക്തമായ ഡയറ്റ് പ്ലാനോടുകൂടി നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഈ ഡയാലിസിസ് സെൻ്ററുകളും അതേപോലെ ഡയാലിസിസ് പേഷ്യൻ്റൊക്കെ വർദ്ധിച്ചു വരികയാണ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ. ഇതിനെ നമുക്കൊരു തടയിടാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ ഡയറ്റ് പ്ലാനോട് ഒരുമിച്ചാണ് ഞങ്ങൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗകാരണങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഒരു നൂതന പാക്കേജ് കൂടി ഈ ചികിത്സ രംഗത്ത് നമ്മൾ ഏർപ്പാടാക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം ഈ ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും സന്ധി മുട്ട് എല്ല് തേയ്മാനം, ജോയിൻറ്റ് പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി ചെക്ക് ചെയ്ത് അതിന് വേണ്ട ചികിത്സയും ഇതിൻ്റെ ഒരു കൂടത്തിൽ നമ്മൾ പല ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ക്യാമ്പുകളൊക്കെ തികച്ചും ഈ ചെക്കപ്പൊക്കെ തികച്ചും സൗജന്യമായിട്ട് തന്നെ നമ്മൾ ഏർപ്പാട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇതിൽ ലക്ഷ്യമാക്കുന്നത്. 8 സ്റ്റാഫുണ്ട് നിലവിൽ. ആയുർവേദ ഡോക്ടർ, അലോപ്പതി, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, അക്യുപഞ്ചർ, ഹോമിയോ. പ്രസവ ശുശ്രൂഷ, കൗൺസിലിംഗ് തുടങ്ങിയവയ്ക്കും ഇവിടെ സൗകര്യമുണ്ട്. GMP സിറാജ്, ഡയറക്ടർ NV ആമിന, ജിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ തുടങ്ങിയ ചികിത്സകൾ ഒരു കേന്ദ്രത്തിൽ ലഭ്യമാകും എന്നുള്ളതാണ് പ്രധാന സവിശേഷത. കിട്ടുന്ന ഒരു ഭാഗത്തുനിന്ന് ചാരിറ്റിക്ക് ചെലവഴിക്കണം. അതുകൂടാതെ തന്നെ ഇവിടെ ഹോമിയോ ഡോക്ടർ കൺസൾട്ടിങ് തികച്ചും സൗജന്യമായ രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ സൗകര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഷുഗറും പ്രഷറൊക്കെ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓരോ ഏരിയകളിലും നമുക്ക് അവിടെ റെസിഡൻസ് പല കമ്മിറ്റികളുണ്ടാകും. അവരൊക്കെ കേന്ദ്രീകരിച്ച് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആരോഗ്യമുള്ളൊരു സമൂഹം വളർന്നു വരണം എന്നുള്ളതാണ് നമ്മൾ ഈ അക്യുപഞ്ചർ ചികിത്സ എന്നുള്ള മരുന്നില്ലാത്തൊരു ചികിത്സ. അലോപ്പതി കഴിഞ്ഞാൽ പിന്നെ അക്യുപഞ്ചർ ചികിത്സയാണ് വേൾഡ് തലത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലിപ്പം ഏകദേശം ഒരു 10-25 വർഷത്തോളമായി അക്യുപഞ്ചർ ചികിത്സ വ്യാപകമായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജനങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിനും അക്യുപഞ്ചർ ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അക്യുപഞ്ചറിൽ തന്നെ നമ്മൾ മരുന്നില്ലാത്ത ചികിത്സ ആയതുകൊണ്ട് തന്നെ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ എല്ലാം അതിൽ പെടും. അപ്പോൾ ഒരു രോഗി വന്ന് അവിടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ നാഡീപരിശോധനയിലൂടെ ആയിരുന്നു രോഗങ്ങൾ നിർണ്ണയിച്ചിരുന്നത്. സമീപകാലത്താണല്ലോ നമ്മുടെ ഈ ലാബ് ടെസ്റ്റുകളൊക്കെ വന്നത്. അപ്പോൾ പണ്ട് മുതലേയുള്ള പാരമ്പര്യ രീതി എന്ന് പറയുന്നത് നാഡി പരിശോധിച്ചും നാവ് പരിശോധിച്ചും ഇങ്ങനെയൊക്കെ ഡയഗ്നോസിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അക്യുപഞ്ചർ വീണ്ടും ഇവിടെ തിരിച്ചു വന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതും. മറ്റു യാതൊരുവിധ ഉപകരണങ്ങളും ഇല്ലാതെ നാഡി പരിശോധനയിലൂടെ, നാവ് പരിശോധനയിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, അവരുടെ നടത്തത്തിലൂടെയൊക്കെ അവരെ ഡയഗ്നോസ് ചെയ്തിട്ട് കൃത്യമായി രോഗം നിർണ്ണയിച്ച് ആ രോഗത്തിൻ്റെ എല്ലാ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അക്യുപഞ്ചർ ചികിത്സയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ നീഡിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്.